പൊന്നണ്ണ സിനിമ കണ്ട് വരുന്ന വഴിയാണ്. സിനിമ എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി ഒരു പടം. എൻ്റെ അമ്പോ BGM ഒക്കെ ഉണ്ടല്ലോ, എമ്പുരാനെ. പടം കണ്ട വഴിക്കുന്ന റിവ്യൂ ഇടണമെന്ന് തോന്നി. നിങ്ങളൊക്കെ പോയി കാണണം. മസ്റ്റ് വാച്ച് മൂവി എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് മൂവി. അതിൽ ക്യാമിയോ റോളുണ്ട്. ഓ കിടക്കാച്ചി ക്യാമിയോ. കൊറിയോഗ്രാഫി, സ്റ്റണ്ട്, എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഈ സിനിമ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓ ഈ ഞാൻ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ പോയി പടം കണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും പോയി ഈ സിനിമ കാണണട്ടാ. അമ്മാതിരി പടം എന്ന് പറഞ്ഞാലും പോരാ, കാസർത്തിക്കളഞ്ഞ്. ആ ക്യാമിയോ റോൾ ആരാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറഞ്ഞ, നമ്മൾ അതൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നമ്മളത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓ ഇതാണ് ഈ പുള്ളിയാണ് ക്യാമിയോ റോൾ വരാൻ പോണത്. പിന്നെ ആദ്യത്തെ ഒരു 25 മിനിറ്റ് ഭയങ്കര വലിവായിരുന്നു. ഹിന്ദി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ സബ് ടൈറ്റിൽ വായിച്ച് മതിയായി. അതിന് ആദ്യത്തെ ഒരു 25 മിനിറ്റ് എനിക്ക് ഭയങ്കര വലിവായിട്ടാണ് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു കത്തിക്കലുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു എൻട്രി, പിന്നെ നമ്മുടെ ടൊവിനോ തോമസിനെ കാണിക്കുന്ന ഭാഗം, പിന്നെ പൃഥ്വിരാജും മോഹൻലാലും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ്, പിന്നെ എല്ലാത്തിനും എന്താ പറയുക, എല്ലാം ഒന്നിനൊന്ന് മികച്ച് നിൽക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പിന്നെ അതിലെ ചില 1-2 പാട്ടുകൾ, എൻ്റെ പൊന്നോ. ഓ പടം കണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് പോകുന്നില്ല. അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഇടണം അല്ലെങ്കിൽ അങ്ങനെ ഇടണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ടൈം നമുക്ക് കാത്തിരിക്കാം. ആ പടം കണ്ടതിൻ്റെ ആവേശം ഉണ്ടല്ലോ, ആ ആവേശത്തിൽ തന്നെ ഇടാൻ വിചാരിച്ച്. അത്രയ്ക്ക് മാത്രം കാത്തിരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ടാണ് വണ്ടി പോകുമ്പോൾ തന്നെ ഡാഷ് ക്യാം വെച്ച് വീഡിയോ എടുത്ത് ഈ സിനിമയുടെ റിവ്യൂ പറയുന്നത്. നാളെയൊക്കെ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഒരു ദിവസം മുമ്പേ 27-ാം തീയതി, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് തന്നെ നമുക്കിത് കിട്ടി, റിലീസായി. അപ്പം കേരളത്തിലത്തേക്ക് അവസ്ഥ എന്തായിരിക്കും? ലാലേട്ടനെ വെച്ച് ആറാടുകയായിരിക്കും. നമ്മൾ പണ്ട് നരസിംഹമൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് നമുക്കൊരു ഫീല് കിട്ടത്തില്ലേ, അതിൻ്റെ ഇരട്ടി വൈബ്, ഇരട്ടി ഫീലും. അമ്മാതിരി ഒരു പടം. എങ്ങനെ ഈ പൃഥ്വിരാജിനെ അഭിനയിക്കുമൊന്നും വേണ്ട, ഇനി ഡയറക്ഷൻ മാത്രം ചെയ്താൽ മതി പുള്ളി. എമ്മാതിരി ആക്ടിങ്, എമ്മാതിരി. ഞാൻ എന്താ പറയുക, അതിൻ്റെ കഥയൊന്നും പറയില്ല. കഥയൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ഭയങ്കര സ്പോയിലറാവും. നിങ്ങൾ പടം കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അമ്മാതിരി ഒരു സിനിമ അല്ലേ. അയ്യോ എനിക്ക് വയ്യ. എനിക്കിപ്പോഴും അത് എന്താ പറയുക, പടത്തിൻ്റെ എഫക്റ്റ് നമ്മുടെ ഒന്നും പോകണില്ല. എമ്പുരാ നമ്മൾ പറഞ്ഞാൽ ലാലേട്ടൻ ഫാനൊക്കെ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ്റെ കുറേ കാലം എന്താ പറയുക, കുറേ കാലമായിട്ട് ഇറങ്ങണ പടങ്ങളൊക്കെ തല്ലിപ്പൊളി സിനിമകളാണ്. എനിക്ക് ഒരെണ്ണം പോലെ നമുക്കൊരു ഫാൻ ബോയ്ക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു മൂവി എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അതിനെയൊക്കെ തകർത്തിട്ട് അമ്മാതിരി ഒരു പടം. ഞാനങ്ങനെ സിനിമ റിവ്യൂ ഒന്നും ഇടുന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഇതേപോലത്തെ സിനിമയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ അത്ര BGM, എൻ്റെ എത്ര ആർട്ടിസ്റ്റുകളാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് പടം എന്ന് പറയില്ലേ, മലയാളത്തിൻ്റെ KGF അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ബാഹുബലി, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമ. മോഹൻലാലിൻ്റെ ഒക്കെ ഒരു ഇൻട്രോ ഉണ്ട്. ജിതിൻ്റെ എന്താ പറയുക, ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ, ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, ഒരു കിടുക്കാച്ചി മാറ്റം തന്നെ. എൻ്റെ പൊന്നണ്ണ, ലാലേട്ടൻ തകർത്താടി ആറാടുകയാണ് ലാലേട്ടൻ. അമ്മാതിരി ഒരു പടം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും മച്ചാന്മാരെ, പടം മിസ്സാക്കരുത്. മിസ്സാക്കിയെന്ന് വെച്ചാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം. അപ്പോൾ സിനിമ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ടിക്കറ്റ്
ടിക്കറ്റൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ ലാലേട്ടൻ്റെ പടമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മൾ ആ പടത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യിച്ച് ഇരുത്തുന്ന ഒരുപാട് സംഗതികളുണ്ട്. പടം പോയി കാണുക, കണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പടം അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണുക. ഞാൻ വീടെത്തി. എന്നിട്ട് എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.